ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ചുങ്കത്രയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDFുമായി സഹകരിക്കാൻ സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്തിട്ടും ചുങ്കത്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് പരിഗണന ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജിവെക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ചുങ്കത്രയിൽ UDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതോടൊപ്പം തന്നെ ശ്രീ PV അൻവർ നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ തൃണമൂൽ കമ്മിറ്റിയുടെ ചുങ്കത്ര മണ്ഡലത്തിന്റെ ഭാരവാഹികളെന്ന നിലക്ക് UDFുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകും. ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ഞാനടക്കം, അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ സാബു പൊൻവേലി, ജോയിന്റ് സെക്രട്ടറി നാണി പുലിമുണ്ട, അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടറി മന്നാനി അടക്കമുള്ള ആളുകൾ, ഞങ്ങൾ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നിട്ട് രാജ്യം സമർപ്പിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടലിൽ ഭരണമാറ്റം നടന്ന പഞ്ചായത്താണ് ചുങ്കത്ര. കൺവെൻഷനിലും പത്രിക സമർപ്പണത്തിലും തൃണമൂൽ കോൺഗ്രസിനെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് UDF എടുത്തത്. ഈ സാഹചര്യത്തിൽ ചുങ്കത്രയിൽ UDFനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ലെന്നും ഇവരെ പരാജയപ്പെടുത്താൻ ഇടതുമുന്നണിയുമായി സഹകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ചുങ്കത്രയിൽ UDFും BJPയുമായി അവിശുദ്ധ രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കുന്നതായും ഇവർ ആരോപിച്ചു. ഇക്കാരണത്താൽ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തീരുമാനിച്ചതായും തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹിത്വങ്ങളും അംഗത്വവും രാജിവെക്കുകയാണെന്നും മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാപ്പാട്, സെക്രട്ടറി സാബു പൊൻവേലിൽ, നാണി പുലിമുണ്ട, സുനീർ പൂക്കോട്ടുമണ്ണ എന്നിവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളുടെ ഭൂരിപക്ഷ കമ്മിറ്റിയുടെ തീരുമാനപരം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് UDFനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അവിടെ ഞങ്ങൾ അത് നിൽക്കുമ്പോൾ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ പറഞ്ഞാൽ ഞാൻ തൃണമൂൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗവും ചുങ്കത്ര മണ്ഡല സെക്രട്ടറിയാണ്, മറ്റു 2 ജോയിന്റ് സെക്രട്ടറിമാരാണ് ഇരിക്കുന്നുള്ളത്. അപ്പോൾ ഒരു പത്രസമ്മേളനത്തിന് തൽക്കാലം ഇത്ര ആളുകൾ മതി എന്നുള്ളത് കൊണ്ടാണ്, എല്ലാവരും വിളിച്ചു പോരണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മിനിറ്റ്സിൽ എഴുതിയ തീരുമാന പ്രകാരമാണ് ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കേണ്ടതില്ല, അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്ത തീരുമാനമാണ് അതിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം ഞങ്ങൾ രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിർവാഹിക പിന്തുണ പ്രഖ്യാപിച്ചു. നിർവാഹിക പിന്തുണ പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ പിന്നെ സീറ്റ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. എന്നിട്ട് പോലും പിറ്റേ ദിവസം നടന്ന UDFന്റെ കൺവെൻഷനിൽ ഒരു പ്രതിനിധിയെ പോലും വിളിക്കാൻ UDF തയ്യാറായില്ല എന്നുള്ള ഒരു വലിയ അവഹേളനയാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെ നടന്ന നോമിനേഷൻ പ്രക്രിയയിലും നമ്മുടെ തൃണമൂലിന്റെ ഒരു പ്രവർത്തനയും അവർ പങ്കെടുപ്പിക്കാൻ താല്പര്യം കാണിച്ചില്ല. അപ്പൊ തൃണമൂലിനെ അവർക്ക് ആവശ്യമില്ല എങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ UDFിൽ തൃണമൂലിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തൃണമൂലുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ചരിത്ര വിവാഹ് Bridal Collections by Shobhika Weddings.